മക്കിടിശാസ്ത്രത്തിൽ പണ്ടൊരു തച്ചൻ പടുത്തുയർത്തിയ മാളിക വീടിന്നെവിടെ പോയി? പൊട്ടനാം കോഴൻ ഇടിച്ചു നിരത്തിയ നിന്റെ സൗഭാഗ്യമെന്തെന്ന് നീ അറിഞ്ഞിരുന്നില്ല. പണ്ട് കാലത്തെ വീട് നമ്മുടെ ഒരു ചെറിയ കുടിലായിരുന്നാൽ പോലും നല്ല ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. പിന്നീടാണ് നമ്മുടെ ഉയർച്ചയും താഴ്ചയും കുറിക്കുന്ന അനുഭവങ്ങൾ തുടങ്ങിയത്. എവിടെ നിന്നാണ്? സയൻസിൻ പേരിലെ ചൊല്ലി ഇതാ വന്നിതാ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്ത വാസ്തുവിദ്യ. ഇന്ന് വാസ്തുവിദ്യയിൽ അപൂർവം ചില പ്രായമുള്ളവർക്ക് മാത്രമേ കൃത്യമായ കണക്കുകൾ അനുസരിച്ച് ഇത് ചെയ്യാനറിയാവൂ. പക്ഷെ ഇന്ന് പുതിയ തലമുറക്ക് അതില്ല. ഇപ്പം ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇത് നമ്മളിപ്പോൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി. ഈ ഭൂമിയിൽ 4 വിഭജിച്ചിരിക്കുകയാണ്. 4 കോളങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഇതിൽ ഏറ്റവും വീട് വെക്കാൻ ഉത്തമ സ്ഥാനം ദേവസ്ഥാനമായ തെക്ക് പടിഞ്ഞാറ് മൂല. രണ്ടാമത് വീട് വെക്കാൻ നമുക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം തെക്ക് കിഴക്കേ മൂല. ഇവിടെ ഉരപ്പര സ്ഥാനം, പണ്ടത്തെ വെച്ചാൽ ഉരപ്പര സ്ഥാനം എന്ന് പറയും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും നോക്കാതെയാണ് വീട് വെച്ചത്. ബ്രഹ്മസൂത്രം, കർണസൂത്രം, വേദം എല്ലാം മറിച്ചിട്ട് ഒരു വീട് വെക്കുന്നു. നമ്മുടെ തകർച്ചയുടെ ആരംഭം അവിടെയാണ്. ഇപ്പോൾ അത് 2 കോളം പ്രധാനപ്പെട്ട കോളാണ്. ഇവിടെയാണ് വീട് ശരിക്കും വരേണ്ടത്. പിന്നെ എന്ത് ചെയ്യും? ഈ കോളത്തിൽ കൊണ്ടുവന്ന് വീട് വെക്കാം. ഈശാന കോണിനോട് ചേർത്ത് വീട് വെക്കും. ഈശാന കോണിനോട് വീട് വെക്കുമ്പോൾ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇവിടെ വീട് വെക്കണമെങ്കിൽ ഇവിടെ ചില വിധിശാസ്ത്രം വന്നിട്ടുണ്ട്. ആ വിധിശാസ്ത്രം അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ദുരന്തത്തിലേക്ക് എത്തും. ഇവിടെ വെക്കുന്ന വീടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടും. ഒന്ന്, ആ വീട്ടിൽ ഏതോടെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ആ വീട്ടിലെ ഇത് പുരുഷനേക്കാൾ ഇത് സ്ത്രീക്കായിരിക്കും തൻ്റെ ഇടവും ശക്തിയും. അവർ പറയുന്നതായിരിക്കണം നടക്കണം. പുരുഷൻ്റെ ആധിപത്യം അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ജനിക്കുന്ന മക്കൾ, ഈ ജനിക്കുന്ന മക്കൾക്ക് കൃത്യമായ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് വരും. അപ്പോൾ അവർ ചില കേസുകൾ, വഴക്കുകൾ ഇപ്പോഴത്തെ കാലഘട്ടം, ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ പ്രേമം, കാര്യം എന്നിങ്ങനെയൊക്കെ ആയിട്ട് പോവും. മയക്കുമരുന്ന് മറ്റുള്ള ഇതിലേക്ക് പോകപ്പെടും. പിന്നെ 4ാമത്തെ കോളായിട്ട് നമ്മൾ ധനുരാശി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ വീട് വെക്കാം. ഇവിടെയൊക്കെ ഈ 2 കോളത്തിൽ വീട് വെക്കുമ്പോൾ വലിയ ദുരന്തങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. വളരെ സൂക്ഷിക്കേണ്ടത് വരും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വീട് വെച്ചാൽ ആ വീട്ടിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും നല്ല ടൈമാണെങ്കിൽ 12 വർഷക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ചിലത് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് തുടക്കം വരും. ആ വീട്ടിൽ ശരാശരി ഒരു 5 വർഷം ഒക്കെ കഴിയുമ്പോൾ മാരക രോഗങ്ങൾ, സർജറികൾ തേടി വരും. അതിന് പ്രധാന കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ വീട്ടിലെ അടുക്കള. 2 കാര്യങ്ങളല്ല, 4 കാര്യങ്ങൾ. അടുക്കള പ്രധാന കാരണം, അടുക്കള. 2ാമത്തെ കാരണം ആ വീടിനകത്ത് വെച്ചിരിക്കുന്ന ടോയ്ലറ്റ്. 3ാമത്തെ കാരണങ്ങൾ അവിടുത്തെ വൈദ്യുതീകരണം. പിന്നെ 4ാമത്തെ കാരണങ്ങൾ അവിടുത്തെ ജലസാന്നിധ്യം. ആ വീടിനകത്ത് ജലം എവിടെയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ വാസ്തുവിധിയിൽ ഓരോ മുറികൾക്കും വാസ്തുവിധി കൃത്യമായിട്ട് നിർവഹിക്കണം. അപ്പോൾ ആ വിധികളിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആ വീട്ടിലേക്ക് ദുരന്തങ്ങൾ തേടി വരുന്നത്. അവരുടെ സമ്പത്ത് എടുക്കുന്നു. ചിലപ്പോൾ വിദ്യാഭ്യാസമായ പിള്ളേരാരും തൊഴിലിന് പോകില്ല. ആരും മോശമായ കൂട്ടുകെട്ടിൽ ചെന്നുപെടുന്നു. പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും ഇങ്ങനെ പോകുന്നു. ഇത് പ്രധാന കാരണങ്ങൾ നാം തന്നെ നമ്മുടെ കുഴി തോണ്ടുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.